ഹായ് എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ സമോസയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സമോസ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എരിവനുസരിച്ച് മുളക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ഇത്രയും ചേർക്കുക. ചാട്ട് മസാല നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്താലും മതിയാവും. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 പിടി ക്യാബേജ് അരിഞ്ഞത്, 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, ഇത്രയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇനി പച്ചക്കറികൾ വേകാനായിട്ട് ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് വേവിച്ച് ഉടച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തത്. ഇനി കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സമോസയ്ക്കുള്ള ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞു. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചെറിയ പാത്രത്തിൽ അല്പം മൈദ എടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്ത് വയ്ക്കുക. ഇനി സമോസ ഷീറ്റിലേക്ക് ചൂടാറി വന്നിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സമോസ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പൊക്കെ പുറത്ത് വെച്ചാൽ തണുപ്പ് മാറ്റിയെടുക്കുക. അപ്പോൾ അതിലുള്ള ഓരോ ഷീറ്റും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു ഷീറ്റ് എടുക്കുക. ബാക്കിയുള്ള ഷീറ്റ് ഒട്ടും എയർ എടുക്കാത്ത രീതിയിൽ കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. ഇതിൻ്റെ ഒരു കോർണറിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഇത് ഈ രീതിയിലൊന്ന് മടക്കുക. ഇപ്പോൾ നമുക്കൊരു കോൺ ഷേപ്പ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് അധികമായിട്ടൊന്ന് കുത്തി നിറച്ച് വെക്കരുത്. ഒരേ ലെവലിലാക്കിയ ശേഷം ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് തന്നെ ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് എക്സസ് ആയിട്ട് വരുന്ന ആ ഭാഗം പുറകിലേക്ക് അങ്ങ് മടക്കി യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോ കോർണറിലും മൈദയുടെ ആ പേസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അല്പം പോലെ എണ്ണ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് മുഴുവൻ സമോസയും ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ മുഴുവൻ ഷേപ്പ് ചെയ്ത ശേഷം നമുക്ക് വറുത്തെടുക്കാം. മിതമായിട്ടുള്ള ഒരു ചൂടിലാണ് നമ്മളത് വറുത്ത് വെക്കുന്നത്. ഒരു 165 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള ചൂട്. ഇതിലേക്ക് ഷേപ്പ് ചെയ്ത സമോസ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് കൊണ്ട് മീഡിയം സൈസിലുള്ള ഒരു 16 സമോസ വരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്നിട്ടിത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാകുന്നവരെ വറുത്തെടുക്കുക. ഇത് അധികം ഒന്ന് ബ്രൗൺ നിറമാകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം അതിൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് മാറി വരും. പുറത്തെടുത്ത് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം.
ഇങ്ങനെ നല്ല ഈസി ആയിട്ട് നമുക്ക് സമോസ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. ഇഷ്ടമുള്ള ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.